ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈലിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് എക്സാമ്പിൾസ് നോക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു പ്രിൻറ്റ് ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ആദ്യത്തെ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? 1 2 3 4 5 6 7 8 9 10 അത്രയും വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ 10 നമ്പേഴ്സ് 10 വാരിയബിൾസിനെ നമുക്ക് ഡിക്ലെയർ ചെയ്ത് വെച്ച് 10 എണ്ണത്തിന് ഡിസ്പ്ലേ ചെയ്യുക, അങ്ങനെ പറ്റില്ല. പറ്റും, പക്ഷേ ഇതിപ്പോൾ 10 എന്നുള്ളത് 1000 അല്ലെങ്കിൽ 10,000 ഒക്കെ ആയിപ്പോയാലോ നമുക്ക് 10,000 വാരിയബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂപ്പുകൾ യൂസ് ചെയ്യണത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഒരു സ്റ്റാർട്ടിങ് വാല്യൂ തുടങ്ങി വെച്ചാൽ മതി. പിന്നെ ഇങ്ങനെ ലൂപ്പ് പോലെ അതിങ്ങനെ 10,000 വരെയാണെങ്കിൽ 10,000 അല്ലെങ്കിൽ 12,000 വരെയാണെങ്കിൽ 12,000, അത് നമുക്ക് എത്രയാണോ ലിമിറ്റ് വയ്ക്കുന്നത് അത്രയും ടൈംസ് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലൂപ്പിൻ്റെ ആവശ്യങ്ങൾ എവിടെ വരിക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ലൂപ്പുകൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്യണം. നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടത്? ഒരു ലൂപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു 4 ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് വാല്യൂ എന്തൊക്കെ വെക്കണം? 1 ആക്കി വെക്കണം അല്ലേ. കാരണം എന്താ, 1 എന്നാണ് നമ്മൾ എല്ലാത്തിനും പ്രിൻറ്റ് ചെയ്യണത്. 1 2 3 4 അങ്ങനെയാണ് പോണത്. അപ്പോൾ സ്റ്റാർട്ടിങ് വാല്യൂ 1 വേണം. ഇനി ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താ വെക്കേണ്ടത്? അതായത് കണ്ടീഷൻ എന്താ വെക്കേണ്ടത്? 10 വരെ അല്ലേ. 10 വരെയോ, അതാണ് നമ്മളുടെ കണ്ടീഷൻ, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്താണ് നമ്മുടെ ബോഡി ഓഫ് ദ ലൂപ്പ് വരുന്നത്? ഈ ഏതാണോ നമ്പർ ആ നമ്പറിന് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോവുക, അതാണ് നമ്മുടെ ബോഡി വരുന്നത്. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ, 1 എന്നല്ലേ തുടങ്ങിയത്, അപ്പോൾ ഇനി 2 ആവണമെങ്കിൽ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം, 3 ആവണമെങ്കിൽ ഒന്നുകൂടി 1 വെച്ച് കൂട്ടണം, 4 ആവണമെങ്കിൽ ഒന്നുകൂടി 1 വെച്ച്. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് വരാം. ആദ്യം ഹെഡേഴ്സ് നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരേ ഒരു നമ്പർ മതി അല്ലേ. ആ നമ്പറിനെ 1 വെച്ച് കൂട്ടി 10 വരെ എത്തിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആകെ ഒരു വാരിയബിളിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ. അത് നമ്മൾ n ആക്കി എടുത്തു അല്ലേ. അപ്പോൾ ഇൻറ്റ് n = 1 അത് നമ്മൾ സ്റ്റാർട്ടിങ് എഴുതി വെച്ചു. അതെന്തുകൊണ്ടാണ് ഇൻറ്റ് n = 1 എന്ന് എഴുതിയത്? n ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ആ എന്നിൻ്റെ വാല്യൂ എന്തായിട്ടാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്? 1 എന്നാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്, കാരണം 1 എന്നാണ് തുടക്കമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കഴിഞ്ഞു അല്ലേ. വൈലിൻ്റെ പ്രത്യേകത അല്ലേ അത്. ആദ്യം തന്നെ എന്തുണ്ടായിരിക്കണം? ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. ആദ്യം തന്നെ നമ്മൾ ഇൻറ്റ് n എഴുതിയിട്ട് രണ്ടാമത്തെ ലൈനിൽ n = 1 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ വാരിയബിൾ ഇനീഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇൻറ്റ് n = 1 എന്ന് ആദ്യമേ തന്നെ എഴുതി വെച്ചു, ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് എന്താ കണ്ടീഷൻ നോക്കണം അല്ലേ. അതായത് വൈലിലേക്ക് വരണം. വൈൽ ഈ n എന്ന് പറയുന്നത് എത്ര വരെ പോകണമെന്ന് വെക്കണം? 10 10ന് ചെറുതോ ആയിരിക്കണം അല്ലേ. അങ്ങനെ ആയിട്ട് വെക്കാം. അപ്പോൾ എന്താ എഴുതുക? വൈൽ n <= 10. അതാണ് നമ്മളുടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് കണ്ടീഷൻ n <= 10. അപ്പോൾ n എവിടെ വരെ പോവുള്ളൂ? ഒന്നുകിൽ 10ന് കുറവോ അല്ലെങ്കിൽ 10ഓ. അതിനപ്പുറത്തേക്ക് പോയാൽ എന്നോട്, അതായത് ലൂപ്പ് അവിടെ വർക്കാവില്ല. അപ്പോൾ വൈൽ n <= 10 എഴുതി. ഇനി വൈലിൻ്റെ ബോഡി ലൂപ്പ് എഴുതാം, ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതാം. ബോഡിയിൽ എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഈ എന്നിനെ തന്നെ പ്രിൻറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ സി ഔട്ടിൽ എന്നിനെ പ്രിൻറ്റ് ചെയ്തു. അത് കുറച്ച് സ്പേസ് അവിടെ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡബിൾ കോട്ട്സ് ഒരു സ്പേസിലിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുമ്പോഴും ഓരോ സ്പേസുകൾ അവിടെ വന്നോളും ഇടയ്ക്ക്, അല്ലെങ്കിൽ എല്ലാതും ഒരുമിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പേസ് അവിടെ ഡബിൾ കോട്ട്സിലിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ബോഡി ഓഫ് ദ ലൂപ്പിൽ നമ്മൾ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞു. ഇനി എന്താ ലാസ്റ്റ് വേണ്ടത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വേണമല്ലേ. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ++n 1 വെച്ചിട്ടല്ലേ കൂട്ടണേ. അതായത് n 1 ആയിട്ട് 1നെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 കിട്ടണം. 2 കിട്ടണമെങ്കിൽ n++ ചെയ്താൽ പോലെ, n കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പോൾ ++n ചെയ്തു. ഇനി ഇവിടുന്ന് നേരെ എങ്ങോട്ടാ പോവുക? നേരെ വൈലിലേക്ക് പോകും അല്ലേ. വീണ്ടും n ചെക്ക് ചെയ്യും. അപ്പോൾ n++ പറഞ്ഞപ്പോൾ ++n പറഞ്ഞപ്പോൾ n എത്രയായി? 2 ആയി. 2 ആയപ്പോൾ നമ്മൾ വീണ്ടും വൈഡിലേക്ക് വന്നു. വൈഡിൽ എന്താ ഉള്ളത്? n <= 10, അതായത് 2 <= 10. കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. അപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് വന്നു. സി ഔട്ടിൽ 2നെ ഡിസ്പ്ലേ ചെയ്തു. n++ ചെയ്തു. അപ്പോൾ n എത്രയായി? 3 ആയി. വീണ്ടും വൈഡിലേക്ക് വന്നു. 3 <= 10, കണ്ടീഷൻ ട്രൂ ആണ്. ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വന്നു. സി ഔട്ടിൽ 3നെ പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ++n ചെയ്തു. n 4 ആയി. 4 അതായത് നേരെ വൈഡിലേക്ക് വന്നു. n <= 10 കണ്ടീഷൻ, അതായത് 4 <= 10 കണ്ടീഷൻ ട്രൂ ആണ്.
നേരെ ഉള്ളിലേക്ക് വന്നു, സി ഔട്ടിൽ 4 അവിടെ പ്രിൻറ്റ് ചെയ്തു. ഇനി പ്ലസ് പ്ലസ് എൻ ചെയ്യുമ്പോൾ 5 ആവും. അങ്ങനെ എങ്ങനെ വരെ പോവും? n പ്ലസ് പ്ലസ് 10 വരെ പോവും അല്ലേ. 10 ആയി, വൈഡിൽ വന്നു 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ലെസ് അല്ല പക്ഷേ ഈക്വൽ ആണ്. അപ്പോൾ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് വരും, സി ഔട്ടിൽ 10 ലാസ്റ്റ് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് n പ്ലസ് പ്ലസ് എൻ ചെയ്യുമ്പോൾ n അവിടെ എന്താവും? 11 ആവും. 11 നേരെ വൈഡിലേക്ക് വന്നു, 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ അവിടെ ഫോൾസ് ആയി. അപ്പോൾ നമുക്ക് എത്ര വരെ കിട്ടി? 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിനെ അവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഇങ്ങനെയാണ് വൈലിൻ്റെ ലൂപ്പ് വർക്ക് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതെ, ഇവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ അതെ കണ്ടോ, 1 2 3 4 5 6 7 8 9 10 കണ്ടോ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുമല്ല, ഒരു ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എഴുതുക, വൈലിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ എഴുതുക, ബോഡിയിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് എഴുതുക. അത് കഴിഞ്ഞ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര വെച്ചിട്ടാണ്, ഇപ്പോൾ 1 വെച്ച് കൂട്ടുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ n പ്ലസ് പ്ലസ് എന്ന് എഴുതിയത്. 2 വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? n = n + 2 എന്ന് എഴുതണം. അങ്ങനെയാണ് നമ്മൾ ഓരോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിനനുസരിച്ചിട്ട് ഓരോ ലൈൻസും കറക്റ്റായിട്ട് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ടു ഫൈൻഡ് ദ സം ഓഫ് ഈവൺ നമ്പേഴ്സ് അപ് ടു 20. അതായത് 20 വരെയുള്ള നമ്പേഴ്സിൽ ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 20 വരെയുള്ള ഈവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ് ആയിട്ട് വരിക? 2 4 6 8 10 12 14 16 18 20. ഇതാണ് 20 വരെയുള്ള ഈവൺ നമ്പേഴ്സ് അല്ലേ. ഈവൺ നമ്പേഴ്സ് വെച്ചാൽ എന്താ? ഇരട്ട സംഖ്യകൾ. അപ്പോൾ ഈ സംഖ്യകളുടെ ഈ നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്യിക്കാനല്ല നമുക്ക് വേണ്ടത്, സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ നമ്പേഴ്സിൻ്റെയൊക്കെ സമ്മ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? 2 + 4 + 6 + 8 + 10 + 12 + 14 + 16 + 18 + 20. അതെത്രയാണെന്നാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാം നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് io string using namespace std int main. ഇവിടെ int I സം ഈക്വൽ ടു 0. 2 വേരിയബിൾസ് ഉണ്ട്. ഐ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓരോ നമ്പേഴ്സിനെ നമുക്ക് എടുക്കണ്ടേ? 2 4 6 8 10 എന്നൊക്കെ വേണ്ടിയിട്ട് ഓരോ നമ്പേഴ്സിന് നമുക്ക് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഐ എന്ന് പറയുന്ന വേരിയബിൾ എടുത്തത്. നമുക്ക് ഐയോ എന്നോ ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐ അതിന് വേണ്ടിയിട്ട് എടുത്തു. വേറൊരു വേരിയബിൾ എന്തിനു വേണം? നമുക്ക് സമ്മും കൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. അപ്പോൾ സമ്മിന് വേണ്ടിയിട്ടും ഒരു വേരിയബിൾ വേണം. അത് നമ്മൾ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റ് ഐ സം ഈക്വൽ ടു 0. ഇങ്ങനെ 2 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് ഐ ഈക്വൽ ടു 2 എന്ന് എഴുതി. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർട്ടിങ് വാല്യൂ ആണല്ലേ, ഇനീഷ്യലൈസേഷനാണ്. നമുക്ക് എവിടെ നിന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 മുതലല്ലേ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സ്റ്റാർട്ടിങ് വാല്യൂ ഐ ഈക്വൽ ടു 2 എന്ന് നമ്മൾ എഴുതി. നെക്സ്റ്റ് വൈലിൽ കണ്ടീഷൻ എഴുതാം. ഐ എവിടെ വരെ പോയാൽ മതി? നമുക്ക് 20 വരെ പോയാൽ മതി അല്ലേ. അപ്പോൾ എന്തെഴുതുക? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അതാണ് നമ്മളുടെ കണ്ടീഷൻ. ഇനി ബോഡി ഓഫ് ദ ലൂപ്പിൽ നമുക്ക് ഐനെ പ്രിൻ്റ് ഒന്നും ചെയ്യണ്ട അല്ലേ. എന്ത് കണ്ടുപിടിച്ചാൽ മതി? സമ്മ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തിട്ടുള്ളത്? സം ഈക്വൽ ടു സം പ്ലസ് ഐ. അതായത് സമ്മിൽ ഓൾറെഡി 0 നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമ്മിൻ്റെ കൂടെ ഐനെ നമ്മൾ പ്ലസ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഐയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ സമ്മിലേക്ക് ആ 2നെ എടുത്ത് വെച്ചു. നെക്സ്റ്റ് അത് 4 ആവും. അപ്പോൾ 4നെ കൂടെ സമ്മിലേക്ക് പ്ലസ് ചെയ്ത് കയറ്റുക. നെക്സ്റ്റ് 6 ആവും. 6നെയും കൂടെ പ്ലസ് ചെയ്ത് സമ്മിൽ സ്റ്റോർ ചെയ്യുക. പിന്നെ 8 ആവും. 8നെയും സമ്മിൻ്റെ കൂടെ പ്ലസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 20 വരെ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സമ്മിലേക്ക് ഇതൊക്കെ കൂട്ടി പോയാൽ മതി. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് സമ്മിനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് സം എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് വെച്ചു. അപ്പോൾ സമ്മിൽ ഓൾറെഡി 0 ഉണ്ട്. 0ൻ്റെ കൂടെ ഐനെ പ്ലസ് ചെയ്തു. ഐ ഇപ്പം എത്രയാണ്? ഐ 2 ആണ് അല്ലേ. അപ്പോൾ സമ്മിൽ എത്രയുണ്ട് ഇപ്പോൾ? 2 അല്ലേ. അതായത് ആദ്യത്തെ നമ്പർ 2, അതുവരെയുള്ള സമ്മ് 2. നെക്സ്റ്റ് 2 ഐനെ എന്ത് ചെയ്യണം? മാറ്റണം. ഐനെ എന്താക്കണം? 4 ആക്കണം അല്ലേ. 4 ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്ഡേഷനിൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 2 എന്ന് ചെയ്യണം അല്ലേ. പ്ലസ് ഐ ഇട്ടാൽ ശരിയാവോ? ഇല്ല. കാരണം എന്താ? പ്ലസ് ഐ ഇട്ടാൽ 1 വെച്ചിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ 1 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടുക. 3 നമുക്ക് വേണ്ട. ഇരട്ട സംഖ്യകളല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 4 കിട്ടാൻ വേണ്ടിയിട്ട് ഐ ഈക്വൽ ടു ഐ പ്ലസ് 2 എന്ന് എഴുതി. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? ഇപ്പോൾ 4 ആയി. ഇങ്ങനെ നേരെ വൈലിലേക്ക് വരും അല്ലേ. വൈലിൽ എന്താ നോക്കുക? 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 കണ്ടീഷൻ ട്രൂ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് വന്നു. സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് ചെയ്തു. അപ്പോൾ സമ്മിൽ ഓൾറെഡി ഇപ്പോൾ എത്രയുണ്ട്? 2 ഉണ്ട്. ആ 2ൻ്റെ കൂടെ ഇപ്പോഴത്തെ ഐനെ കൂടെ പ്ലസ് ചെയ്തു. ഇപ്പോഴത്തെ ഐ എത്രയാണ്? 4. അപ്പോൾ 2 + 4 എത്രയാണ്?
6 അല്ലേ. ഇപ്പോൾ സമ്മിൽ എത്ര കയറി? 6 എന്ന് പറയുന്ന വാല്യൂ കയറി. ഇനി ഐനെ മാറ്റുക. ഐനെ മാറ്റുമ്പോൾ i+2 ചെയ്യുക. i4 എന്നുള്ളത് 6 ആയിട്ട് മാറും. നേരെ വൈലിലേക്ക് വരും. വൈൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 കണ്ടീഷൻ ട്രൂ ആണ്. അതിൻ്റെ ഉള്ളിൽ വന്നു സം ഈക്വൽ ടു സം പ്ലസ് ഐ ചെയ്യും. സമ്മിൽ ഓൾറെഡി 6 ഉണ്ട്. ആ 6ൻ്റെ കൂടെ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ ആയിട്ടുള്ള 6നെയും കൂടെ പ്ലസ് ചെയ്യും. അപ്പോൾ 6 + 6 എത്ര വരും? 12 വരും അല്ലേ. അപ്പോൾ സമ്മിൽ എത്ര കിട്ടി? 6 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് 12 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഐനെ മാറ്റണം അല്ലേ. i ഈക്വൽ ടു i+2 പറയുമ്പോൾ 6 എന്നുള്ളത് 8 ആയിട്ട് മാറും. ഈ പൈയുടെ വാല്യൂ 8 ആണ്. നേരെ വൈലിൽ വരും. 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 കണ്ടീഷൻ ട്രൂ ആണ്. ഇനി നേരെ ഉള്ളിൽ വരും സം ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ അതുവരെ 12 ഉണ്ട് സമ്മിൽ അല്ലേ. ആ 12ൻ്റെ കൂടെ എന്ത് കൂട്ടി? ഇപ്പോഴത്തെ ഐനെ, അതായത് 8നെ കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 20 കിട്ടി അല്ലേ. ഇതിങ്ങനെ 20 നമ്പേഴ്സ് വരെ ഇങ്ങനെ റിപ്പീറ്റായി പോയി. ഓരോ നമ്പേഴ്സിനെയും സമ്മിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. ലാസ്റ്റ് 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് ഈ സം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർഡ് ആവും. എന്നിട്ട് എപ്പോഴാണോ i 20നേക്കാളും കൂടുതൽ ആയി പോണത് അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഈ 20 നമ്പേഴ്സിൻ്റെ, അതായത് 20 നമ്പേഴ്സിൻ്റെ ഈവൺ നമ്പേഴ്സിൻ്റെ സമ്മം കൊണ്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ആ സമ്മിനെ ഡിസ്പ്ലേ ചെയ്യണ്ടേ. സമ്മിനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്താൽ മതി കേട്ടോ. വൈലിൻ്റെ പുറത്ത് സി ഔട്ടിൽ എഴുതുക. ദ സം ഓഫ് ഈവൺ നമ്പേഴ്സ് അപ് ടു 20 ഈസ്, ഇതിലായിരിക്കുന്ന സം എന്ന് പറയുന്ന വാരിയബിളിൽ സം എഴുതുക. ലാസ്റ്റ് റിട്ടേൺ 0 എഴുതുക. ക്ലോസ് ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താ വരിക? ഈ ലാസ്റ്റ് സി ഔട്ടിൽ എഴുതുന്ന കാര്യങ്ങൾ മാത്രമേ ഔട്ട്പുട്ടിൽ വരുള്ളൂ അല്ലേ. നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താ സി ഔട്ടിലുള്ളത്? സം ഓഫ് ഈവൺ നമ്പേഴ്സ് അപ് ടു 20 ഈസ് എന്ന് പറഞ്ഞിട്ട് എത്ര വരുന്നു? 110. അപ്പോൾ നമ്മളുടെ വൈൽ ലൂപ്പ് കഴിഞ്ഞു. അപ്പോൾ വൈൽ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, അതിൻ്റെ എക്സിക്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ആണ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫോർ ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പും ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ. ഫോർ ലൂപ്പ് എന്ന് പറയുന്നതും എന്താണ്? ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് അല്ലേ. വൈൽ എന്താണ്? ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. നമ്മൾ പഠിച്ചു അല്ലേ. ബോഡി ഓഫ് ദ ലൂപ്പ് കുറയ്ക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ എന്ത് ചെക്ക് ചെയ്യണം? ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കണം. അതുകൊണ്ട് വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് അല്ലേ. അതുകൊണ്ട് ഫോറും എന്താണ്? എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഫോറിൻ്റെ പ്രത്യേകത എന്താ? ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഫോറും എൻട്രി കൺട്രോൾ ലൂപ്പാണെന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ഫോറിൻ്റെ സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട് ബ്ലൂ കളറിൽ. ഫോർ, അപ്പോൾ വൈൽ എഴുതുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഫോർ ഉള്ളത് അല്ലേ. ഫോർ ഇനീഷ്യലൈസേഷൻ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇനീഷ്യലൈസേഷൻ സെമികോളൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ സെമികോളൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഫോറിൻ്റെ ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതാനുള്ള കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിലെ ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതുക, സെമികോളൻ ഇടുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലൈസേഷനും ടെക്സ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരൊറ്റ ലൈനിലാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യും, പിന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കും, നേരെ വരുന്നത് ബോഡി ഓഫ് ദ ലൂപ്പിലേക്കാണ്, പിന്നെ അവിടെ നിന്ന് പോകുന്നത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ്. പിന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയാൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിൽ പോവും, ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യും, അപ്ഡേറ്റിൽ പോവും, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റ്. അങ്ങനെയാണ് ഈ ഫോർ ലൂപ്പിൻ്റെ ഫ്ലോ വരുന്നത്. ആദ്യം ഒന്നുകൂടെ പറയാം. ആദ്യം ഫ്ലോ വരുന്നത് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അത് കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ ലൂപ്പ്, പിന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോൾ ലൂപ്പ് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ക്യാൻസൽ ആവും, ബ്രേക്ക് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഫോറിൻ്റെ എക്സിക്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഫോറിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം, എങ്ങനെയാണ് ഫോറിൻ്റെ എക്സാമ്പിൾസ് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർ ലൂപ്പ് അല്ലേ. ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എത്രയാണ്? അതായത് 1 × 2 × 3 × 4 × 5, അതാണ് 5ൻ്റെ ഫാക്ടോറിയൽ വരുന്നത്. ഇപ്പോൾ 3യുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 1 × 2 × 3, അത് എത്രയാണോ എമൗണ്ട് വരുന്നത് അതാണ് 3യുടെ ഫാക്ടോറിയൽ. 4ൻ്റെ ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കും? 1 × 2 ×
3 × 4 എത്രയാണ് നോക്കുക. അതാണ് 4ൻ്റെ ഫാക്ടോറിയൽ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു, അതിൻ്റെ ഫാക്ടോറിയൽ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് തരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 2 വേരിയബിൾസിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ഒന്ന് എന്താണ് നമ്പർ എന്ന് പറയാനും, 2 ആ ലൂപ്പ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വേരിയബിളും. അങ്ങനെ 2 വേരിയബിൾസ് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ ഹെഡേഴ്സ് നോക്കുക. ഹാഷ് ഇൻക്ലൂഡ് IOString യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമ്മൾ 2 നമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് n, i അല്ലേ. എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നമ്പർ കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെയാണോ ആ നമ്പർ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളതാണ് n. i എന്ന് പറയുന്നത് ലൂപ്പ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻക്രിമെൻ്റ് ഒക്കെ ചെയ്ത് പോകണ്ടേ, ++i എന്നൊക്കെ പറഞ്ഞിട്ട് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് i. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ലോങ് ഫാക്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തു. ലോങ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതാണ് അല്ലേ. ഏതാ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, ലോങ്, ഇൻറ്റ്, ഷോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ലോങ് ഫാക്ട് ഈക്വൽ ടു 1. അത് ജസ്റ്റ് ഫാക്ട് എന്ന് പറയുന്നൊരു വാരിയബിൾ 1 ആക്കി വെച്ചു. കാരണം എപ്പോഴും 1 എന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. 1 × 2 × 3 എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ വരെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫാക്ട് ഈക്വൽ ടു 1 നമ്മൾ വെച്ചു. ഇനി നെക്സ്റ്റ് ഒരു മെസ്സേജ് വയ്ക്കുക, സി ഔട്ടിൽ എൻ്റർ ദി നമ്പർ അല്ലേ. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു, അതിൻ്റെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ്റർ ദി നമ്പർ എന്ന് പറഞ്ഞു. സീൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, n എന്ന് പറയുന്ന വാരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഇനി നേരെ എന്ത് ചെയ്യുന്നു, ഫാക്ട് എന്ന് പറയുന്നത് ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാസ്റ്റത്തെ ഫാക്ടോറിയലായിട്ട് നമുക്ക് കിട്ടില്ലേ, ആ ഫാക്ടോറിയൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ട് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഉള്ളത്. നമ്മൾ ജസ്റ്റ് 1 ആക്കി വെച്ചു എന്നേ ഉള്ളൂ. കാരണം 0 ഒരിക്കലും അതിൽ കയറിയിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ വാല്യൂ ആകെ ചേഞ്ച് ആയിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫാക്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വെക്കണം. കാരണം ഈ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ലൂപ്പിലേക്ക് വരിക. 4 i = 1 അല്ലേ. 1 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ i = 1 എന്ന് വെച്ചു. ഇനി എന്താ കണ്ടീഷൻ വെക്കുന്നത്, n വരെ പോയാൽ പോരെ i അല്ലേ. i 1 ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ i 1 എന്നുള്ളത് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇപ്പം ഞാൻ 5 ആണ് എൻ്റെ നമ്പർ, 5നെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 5ൻ്റെ ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ i 1 ആയിരിക്കുന്ന സമയത്ത് i എവിടെ വരെ പോയാൽ മതി, 5 വരെ പോയാൽ മതി അല്ലേ. ഇപ്പോൾ 4 ആണ്, 4ൻ്റെ ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കണമെങ്കിലോ i 1 ആയിരിക്കുന്ന സമയത്ത് i എവിടെ വരെ പോയാൽ മതി, 4 വരെ പോയാൽ mതി അല്ലേ. അപ്പോൾ എന്താ കണ്ടീഷൻ വെക്കേണ്ടത്, i > n n അല്ലേ. n എത്രയാണോ n വരെ പോയാൽ മതി. അപ്പോൾ അതാണ് നമ്മളുടെ കണ്ടീഷൻ, i > n i++ അല്ലേ. i ഇൻക്രിമെൻറ്റ് ചെയ്താണ് പോകേണ്ടത്. 1 2 3 4 അങ്ങനെ n വരെ അത് പോകണം. അപ്പോൾ ++i എന്ന് നമ്മൾ എഴുതി. ഇനി ബോഡി ഓഫ് ദ ലൂപ്പിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i. ഇവിടെ നോക്കുക, ഒന്നുകൂടെ പറയാം. 4 i = 1 അല്ലേ. i നമ്മൾ 1 ആക്കി വെച്ചു. കണ്ടീഷൻ നോക്കുന്നു, i > n അല്ലേ. n എന്ന് പറയുന്ന വാരിയബിൾ, അതായത് എന്നിലിരിക്കുന്ന വാല്യൂവിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കണം i. അപ്പോൾ 1 എന്ന് പറയുന്നത് ചെറുതാണ്. ഇപ്പോൾ n എന്ന് പറയുന്നത് ഒരു 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 5 ആണെങ്കിൽ i > n = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. 1 > 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നേരെ എന്ത് വരും, ബോഡിയിലേക്ക് വരും അല്ലേ. ബോഡി ലൂപ്പിലേക്ക് വരും. ബോഡിയിൽ എന്താണ്, ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i. ഫാക്റ്റിൽ ഓൾറെഡി 1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 × 1 അല്ലേ. ഫാക്റ്റിൽ അപ്പോൾ എത്ര വരും, 1 വരും. ഇനി നേരെ അപ്ഡേഷനിലേക്ക് പോവും, ++iക്ക് പോവും. ++iയിൽ എത്ര വരിക, i 2 ആവും. കണ്ടീഷൻ നോക്കും, 2 > 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നേരെ അടിയിലേക്ക് വന്നു, ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i. അപ്പോൾ ഫാക്റ്റിൽ ഓൾറെഡി 1 ഉണ്ട്, ആ 1ൻ്റെ കൂടെ 2നെ കൂടി ഇൻറ്റു ചെയ്യും. അപ്പോൾ എത്ര കിട്ടി, 3 കിട്ടി അല്ലേ. 2 കിട്ടി, 1 × 2 2 കിട്ടി. അപ്പോൾ ഫാക്റ്റിൽ 2 ഉണ്ട്. ഇനി നേരെ ++i ചെയ്യും, i എത്രയാവും, 3 ആവും. കണ്ടീഷൻ നോക്കും, 3 > 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നേരെ ഇനി 3 വരെയുള്ള എൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. അപ്പോൾ എത്ര വരും, ഫാക്ട് ഇൻറ്റു i എത്ര വരിക, നേരത്തെ 2 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയൽ 2 ആയിരുന്നു, ആ 2ൻ്റെ കൂടെ 3നെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര വരും, 2 × 3 6 വരും അല്ലേ. അപ്പോൾ ഫാക്റ്റിൽ 6 കയറി എടുക്കുന്നുണ്ട്. ഇനി ++i ചെയ്യുമ്പോൾ i 4 ആവും. കണ്ടീഷൻ നോക്കും, 4 > 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്താ വരിക, വീണ്ടും ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. ഫാക്ടോറിയൽ ഓൾറെഡി ഇപ്പോൾ 6 ഉണ്ട്. 6 × 4 ചെയ്യും അല്ലേ. 6 × 4 എത്ര വരിക, 24 അല്ലേ, 24. ഇനി i ++ ചെയ്ത് 5 ആവും. 5 > 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ 5നെയും ഫാക്ടോറിയലിൻ്റെ കൂടി ഇൻറ്റു ചെയ്ത് വെക്കും. എപ്പോഴാണോ 6 ആവുന്നത് അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്താ, ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും അല്ലേ. പുറത്തിറങ്ങുമ്പോൾ എന്താ കിട്ടുക, ഫാക്ടോറിയലും പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താ, സി ഔട്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുക. സി ഔട്ടിൽ ഫാക്ടോറിയൽ ഓഫ് n ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാണ്.
ഏതിലെ ഫാക്ടോറിയൽ ഇരിക്കുന്നത്? ഫാക്ട് എന്ന് പറയുന്ന വാരിയബിളിൽ. ലാസ്റ്റ് റിട്ടേൺ 0 പറയുക, ക്ലോസ് ചെയ്യുക. ഇവിടെ താഴെ ഔട്ട്പുട്ട് തരുന്നുണ്ട്. എൻ്റർ ദി നമ്പർ എന്ന് പറഞ്ഞിട്ട് 6 ഫാക്ടോറിയൽ ഓഫ് 6 ഈസ് 720 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ടു ഫൈൻഡ് ദ ആവറേജ് സ്കോർ ഓഫ് n സ്റ്റുഡൻസ്. അതായത് n സ്റ്റുഡൻസ്, ഇപ്പോൾ ഒരു 100 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആ 100 കുട്ടികളുടെ ആവറേജ് സ്കോർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ളത് അവരുടെ എല്ലാവരുടെയും മാർക്കിൻ്റെ ഒരു ആവറേജ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? നമുക്ക് ആദ്യം ഹെഡേഴ്സ് ചെയ്താൽ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമുക്ക് വാരിയബിൾസ് എന്തൊക്കെ വേണം? നമുക്ക് എത്ര കുട്ടികളുണ്ട് അത് പറയാനായിട്ടുള്ളൊരു വാരിയബിൾ വേണം അല്ലേ? അത് നമ്മൾ n ആയിട്ടെടുത്തു. സ്കോറിന് വേണ്ടിയിട്ടുള്ളൊരു വാരിയബിൾ വേണം, അത് സ്കോർ എന്ന് പറഞ്ഞിട്ടെടുത്തു. പിന്നെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സമ്മ് വേണം അല്ലേ? അപ്പോൾ സമ്മിന് വേണ്ടിയിട്ടൊരു വാരിയബിൾ വേണം. ലൂപ്പ് വേണം അല്ലേ? 1 മുതൽ ഇത്ര നമ്പർ വരെയുള്ള എല്ലാ കുട്ടികളുടെയും എടുക്കാനായിട്ട് ഒരു ലൂപ്പിംഗ് വാരിയബിളും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ i എടുത്തു. ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് AVG എന്ന് പറയുന്ന ഒരു വാരിയബിളും നമുക്ക് വേണം. അപ്പോൾ 5 വാരിയബിൾസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഐയും സമ്മ് സ്കോർ n ഇതല്ലാതെ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. AVG ആവറേജ് എപ്പോഴും നമുക്ക് പോയിൻറ്റഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ് AVG ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്കൊരു മെസ്സേജ് വയ്ക്കാം. ആദ്യം എന്താ എൻ്റർ ചെയ്യേണ്ടത്? എത്ര കുട്ടികളുടെ നമ്പർ കൊടുത്താലല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വയ്ക്കുക. ഇവിടെ എന്താ വെച്ചിട്ടുള്ളത്? സി ഔട്ടിൽ ഹൗ മെനി സ്റ്റുഡൻസ് എന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? ഹൗ മെനി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്യണം. ഇപ്പോൾ 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100, 1000 ആണെങ്കിൽ 1000. അപ്പോൾ എത്രയാണോ നമ്പേഴ്സ് അത്രയും നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ സീനിൽ n എന്ന് എഴുതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പർ എത്രയാണോ അത് n-ൽ കയറും. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓരോ കുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടു. ഫോർ ലൂപ്പിൽ i = 1 അല്ലേ? ആദ്യത്തെ കുട്ടിയുടെ എണ്ണം എടുത്തു. അത് എത്ര വരെ? n വരെ അല്ലേ? അപ്പോൾ നമ്മൾ ഫോറിൽ തന്നെ 2 ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സമ്മ് മുകളിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതായത് ഇൻറ്റ് i സം സ്കോർ n ഇല്ലേ? അവിടെ സം = 0 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അത് പക്ഷേ ലൂപ്പിൻ്റെ ഉള്ളിൽ അവർ എഴുതിയെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ i = 1 ആദ്യത്തെ കുട്ടിയുടെ എടുത്തു. സം = 0 എന്നും വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ടീഷൻ നോക്കുകയാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. നമ്മുടെ കണ്ടീഷൻ എവിടെ വരെ പോകേണ്ടത്? n വരെ അല്ലേ? ഇപ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ എടുത്തു, രണ്ടാമത്തെ കുട്ടിയുടെ എടുത്തു, അത് എത്ര വരെ പോകണം? 10ാമത്തെ കുട്ടിയുടെ അവിടെ വരെ പോയാൽ മതി അല്ലേ? അപ്പോൾ n വരെയാണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് വെച്ചു. അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരും. ഉള്ളിലേക്ക് വന്നിട്ട് എന്താ ചെയ്യുന്നത്? എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ കുട്ടിയുടെ, അതായത് i 1 ആയിരിക്കുന്ന സമയത്തുള്ള ആ ഫസ്റ്റ് കുട്ടിയുടെ സ്കോർ എത്രയാണെന്ന് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ സീൻ വഴി എന്താ സ്കോർ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് ആദ്യത്തെ കുട്ടിയുടെ സ്കോർ എൻ്റർ ചെയ്തു. എന്നിട്ട് അപ്പം തന്നെ സമ്മ് കണ്ടുപിടിച്ചു. ഒന്നാമത്തെ കുട്ടിയുടെ സ്കോർ സമ്മിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കയറ്റി. അപ്പോൾ സം = സം പ്ലസ് സ്കോർ എന്ന് എഴുതി. ഇനി നേരെ എങ്ങോട്ട് പോകും? ഫോറിൽ തന്നെ വരും. ഫോറിൽ എങ്ങോട്ടാണ് പോവുക? അപ്ഡേഷൻ ഭാഗത്തേക്ക് ++i ചെയ്തു. രണ്ടാമത്തെ കുട്ടിയായി. i 2 ആയി. രണ്ടാമത്തെ കുട്ടിയായി. കണ്ടീഷൻ നോക്കി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പോൾ n 5 ആണെന്നുണ്ടെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ട്രൂ ആണ്. ഉള്ളിലേക്ക് കയറി. ആ സെക്കൻഡ് കുട്ടിയുടെ സ്കോർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് i അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? സ്കോർ എൻ്റർ ചെയ്തു. സെക്കൻഡ് കുട്ടിയുടെ സ്കോർ എൻ്റർ ചെയ്തു. ആ സ്കോറും നമ്മൾ സമ്മിലേക്ക് പ്ലസ് ചെയ്ത് കയറ്റി. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ സ്കോർ സമ്മിലുണ്ട്, അതിൻ്റെ കൂടെയാണ് രണ്ടാമത്തെ കുട്ടിയുടെ സമ്മും കൂടി നമ്മൾ കയറ്റണത്. അപ്പോൾ സമ്മിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കുട്ടിയുടെ സ്കോറും കയറ്റി. അത് കഴിഞ്ഞ് വീണ്ടും ++i ചെയ്തു. 3 ആയി അല്ലേ? മൂന്നാമത്തെ കുട്ടി. അപ്പോൾ നമ്മൾ കണ്ടീഷൻ നോക്കി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ? n 5 ആണെങ്കിൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 നോക്കി. ഉള്ളിലേക്ക് വന്നു. മൂന്നാമത്തെ കുട്ടിയുടെ സ്കോർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് i. നമ്മൾ സ്കോർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. സ്കോറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ആ സ്കോറും സമ്മിലേക്ക് പ്ലസ് ചെയ്ത് കയറ്റി. അത് കഴിഞ്ഞ് i 4 ആവും. നാലാമത്തെ കുട്ടിയുടെ സ്കോർ എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ സമ്മിലേക്ക് നാലാമത്തെ കുട്ടിയുടെയും ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് i 5 ആവും. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. അഞ്ചാമത്തെ കുട്ടിയുടെയും സ്കോർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അതും സമ്മിലേക്ക് പ്ലസ് ചെയ്ത് കയറ്റി. ഇനി i 6 ആവും. 6 ആവുമ്പോൾ നമ്മുടെ കണ്ടീഷൻ
ഫോൾസ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ സം എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ ഈ n 5 ആണെന്നുണ്ടെങ്കിൽ ആ 5 കുട്ടികളുടെയും സ്കോറുകളല്ലാതെ സം ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 5 കുട്ടികളുടെ സ്കോറുകൾ 10, 20, 30, 40, 50 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 + 20 + 30 + 40 + 50 എത്രയാണെന്നുള്ളത് ആ സമ്മിലുണ്ടായിരിക്കും. അതും കൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് എന്താ സമ്മല്ല വേണ്ടത്, ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാം. അപ്പോൾ AVG = ഫ്ലോട്ട് ഓഫ് സം ബൈ n അല്ലേ. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മളുടെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ, n ആണ്. അപ്പോൾ സം ബൈ n കണ്ടുപിടിച്ചു. ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടുള്ളത് സമ്മിനെ ഫ്ലോട്ട് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സമ്മിനെ മാത്രം. സം ഒരു ഇൻറ്റ് ടൈപ്പ് വാല്യൂ ആയിരിക്കുമല്ലോ, അതിനെ ഫ്ലോട്ടാക്കി മാറ്റാനാണ് നമ്മൾ ഫ്രണ്ടിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സം ബൈ n കിട്ടുമ്പോൾ AVGയിൽ എന്ത് കിട്ടും, ആവറേജ് എത്രയാണോ അത്രയും കിട്ടും. എന്നിട്ട് ആ ആവറേജിനെ ഡിസ്പ്ലേ ചെയ്താൽ മതി. സി ഔട്ടിൽ ക്ലാസ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് AVGനെ കാണിക്കുക. അപ്പോൾ നമുക്ക് ആവറേജ് എത്രയാണെന്നുള്ളത് അവിടെ വരും. ലാസ്റ്റ് റിട്ടേൺ 0 പറയാം. ഇവിടെ ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ടിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി ഔട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം എന്താ കാണുന്നത്, ഹൗ മെനി സ്റ്റുഡൻറ്റ്സ്. അപ്പോൾ നമ്മൾ 5 എൻ്റർ ചെയ്തു. എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് 1 അല്ലേ, 45 കൊടുത്തു. എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് 2 50 കൊടുത്തു. എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് 3 52 കൊടുത്തു. എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് 4 34. എൻ്റർ ദി സ്കോർ ഓഫ് സ്റ്റുഡൻറ്റ് 5 55. ലാസ്റ്റ് എന്ത് ചെയ്തു, ക്ലാസ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് ആവറേജ് നമുക്ക് വന്നു. അപ്പോൾ ലൂപ്പ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ആ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത്.